എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. നിർമ്മാതാവാണ്, അഭിനയിക്കുന്നുണ്ട്, സംവിധാനം ചെയ്യുന്നു, പാട്ട് എഴുതുന്നു, എല്ലാ മേഖലയിലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന മേഖല ഏതായിരുന്നു? സിനിമയായിരിക്കും. Cinema, and why you're talking to me, because I've directed this film. I identify myself as a filmmaker, as a writer and a director. ആക്ടിങ് ഉണ്ട്. ആ ഡോർ ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകണ്ട, നമ്മൾ തിരിച്ചു വരാമെന്ന് എനിക്കത് തോന്നിയില്ല. അങ്ങനെ ഡോർ ഓപ്പൺസ്, ഐ തോട്ട് ഐ ഷുഡ് എക്സ്പ്ലോർ വാട്ട് ഇസ് ദെയർ ഇൻ അതർ സൈഡ്. എനിക്ക് കുറേ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈല് കാണാനും ചിലപ്പോൾ പഠിക്കാനും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ലൈക്ക് അൻവർ റഷീദിൻ്റെ സെറ്റ്സ് വാസ്, ഐ ലവ്ഡ് ദറ്റ് എൻവയറൺമെൻറ്റ്. ട്രാൻസ് ഒരു 5-6 ഷോട്ട്സ് എ ഡേ, ഭയങ്കര പ്ലാനിങ് ഫോർ എവറി ഷോട്ട്, വെരി പ്രോപ്പർ. ആൻഡ് ഒരു ഷോട്ടിന് മുമ്പ് എല്ലാവരും ഭയങ്കര സൈലൻസ് ആയിട്ട് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഐ ലവ്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഒരു സിങ്ക് സൗണ്ട് ആയിട്ടൊരു എക്സ്പീരിയൻസും, പിന്നെ ഓപ്പോസിറ്റിൽ ഫഹദും ദിലീഷ് സാറും കുറേ ഇങ്ങനെ പീപ്പിൾ ഹൂം യു ലൈക്ക് ആൻഡ് whom you respect also, and it was a great experience. That gave me a high. ചില പടങ്ങൾ എനിക്ക് ആ ഹൈ കിട്ടിയില്ല ആസ് എൻ ആക്ടർ. ബൈ ദി എൻഡ് ഓഫ് ദി ഡേ, വൈ ആം ഐ ഡൂയിങ് ദിസ് എന്നാണ് എൻ്റെ തോട്ട്. ആൻഡ് അങ്ങനത്തെ ചില പ്രോജക്ട്സ് ഞാൻ അവോയ്ഡ് ചെയ്തു. പക്ഷേ സം ഡയറക്ടേഴ്സ് കോൾ യു, ഐ വോണ്ട് ടു എക്സ്പ്ലോർ, ഐ വോണ്ട് ടു ലേൺ, സോ ഐ സേ യെസ് ആൻഡ് ഐ ട്രൈ. എനിക്ക് ഒരു ആക്ടറായിട്ടൊരു ഡേ ആണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് കുറേ ടൈം കിട്ടും. ഐ എം ഏബിൾ ടു റീഡ്, ഐ എം ഏബിൾ ടു ട്രൈ ആൻഡ് റൈറ്റ്. ഡെഫിനറ്റ്ലി നമുക്ക് ഫുൾ ഡേ ഓക്യുപ്പൈഡ് ആയിട്ട് നമ്മൾ ഉണ്ടാവില്ല. ഒരു ഷോട്ട് ഇങ്ങനെ മാറ്റുമ്പോൾ അറ്റ്ലീസ്റ്റ് ദെൽ ബി സം 10-15 മിനിറ്റ്സ്. ആ ടൈമിൽ എനിക്കൊരു, പക്ഷേ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് ആ ടൈം ഉണ്ടാവുകയില്ല. ഐ എം കോൺസ്റ്റന്റ്ലി ഓൺ ദ മൂവ്. മൈ മൈൻഡ് ഇസ് ഓൾസോ ഓൺ ദ മൂവ് കോൺസ്റ്റന്റ്ലി. സോ ഐ എം എ വെരി റിലക്റ്റന്റ് ആക്ടർ. ആ പ്രോജക്റ്റ് ബേസ് ചെയ്തിട്ട് ആരാ ഡയറക്ടർ, വാട്ട് ഇസ് ഇറ്റ് ഫോർ മീ, അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കുറേ നോ എന്നാണ് പറയുന്നത്. കുറേ ആക്ടിങ്ങിന് വേണ്ടി ഞാൻ നോട്ട് സേയിങ് യെസ്. തമിഴിലൊക്കെ അങ്ങനെ നോ പറയുന്നുണ്ട്. അതെ 1 or 2 ഐ എം ഡൂയിങ്. വിടുതലൈ 2 ഞാൻ ചെയ്തു. അതൊരു 3 days വർക്ക് ആയിരുന്നു ഇനിഷ്യലി, 18 days ആയി പിന്നെ. ആൻഡ് ഇപ്പോൾ വിജയിൻ്റെ ഫിലിമിൽ ഞാനൊരു 5 days വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സന്താനമിൻ്റെ ഫിലിം, അത് ഭയങ്കര കോമഡിയാണ്, DD റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട്, അതിലൊരു ചെറിയ റോളൊന്നുണ്ട്. സോ അങ്ങനത്തെ ചില ആൾക്കാർ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് നോ എന്ന് പറയാനും പറ്റില്ല. ബന്ധങ്ങൾ അങ്ങനെ നിൽക്കുകയാണല്ലോ, ആ ബന്ധങ്ങൾ പുതുക്കി തന്നെ പോകുന്നല്ലോ. മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ പലതും പല രീതിക്കാണ്. ഇതിൽ ഡൊമിനിക്കിനെ നമ്മൾ ഇപ്പോൾ സിനിമ കണ്ട്, നമ്മൾ TRTP സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഈ ഡൊമിനിക്ക് എനിക്ക് തൊട്ടടുത്ത ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ റിലേഷനിൽ ഒരാളുണ്ടായിരുന്നു, അങ്ങനെ പ്രേക്ഷകർക്ക് തോന്നുന്ന ഡൊമിനിക്കായിരിക്കുമോ? അതെ, 100%. അതാണ് വിഷയം. ആൻഡ് നമ്മൾ യൂഷ്വലി പോലീസ് ഫിലിംസോ അല്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ വരുന്ന ഡിറ്റക്റ്റീവ് ഫിലിംസ്, പോലീസ് ഫിലിംസ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ലാർജർ ദൻ ലൈഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി. ഭയങ്കര റിയൽ സ്പേസിൽ ഇപ്പോൾ മലയാളത്തിൽ കുറേ പടങ്ങൾ വരുന്നുണ്ട്, ഐ എം നോട്ട് സേയിങ് നോ. പക്ഷേ സംടൈംസ് ദേ വിൽ ബി മാസ് കമേഴ്ഷ്യൽ ലാർജർ ദൻ ലൈഫ് ക്യാരക്ടേഴ്സ്. ഇതല്ല. നമ്മളൊരു അടി കൊടുത്താൽ പുള്ളി താഴെ വീഴും, തിരിച്ചടിക്കില്ല. അതാണ് റിയൽ. പാവം എന്ന് പറയാൻ പറ്റില്ല, തിരിച്ചടിക്കുന്ന മൊമെന്റും ഉണ്ട്. പക്ഷെ ഫൈനലി യു ക്യാൻ ഓവർ പവറും. ആ ഓവർ പവറിങ് കുറേ ഹീറോസ് സമ്മതിക്കില്ല, ചെയ്യില്ല അത്. പക്ഷേ ദർ ഇസ് എ മൊമെന്റ് വേർ സംബഡി ഓവർ പവേഴ്സ് ഹിം ഓൾസോ ഇൻ മൈ ഫിലിം, ഇൻ ദിസ് ഫിലിം. സോ ഹി പ്ലേസ് എ വെരി റിയൽ ക്യാരക്ടർ. അതിലൊരു സിനിമ ഉണ്ട്, അതിലൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിലൊരു കമേഴ്ഷ്യൽ ഉണ്ട്, അതിലൊരു ചെറിയ മാസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഇറ്റ് ടു മച്ച് അൺബിലീവബിൾ ആവണ്ട എന്നാണ് എൻ്റെ ഒരു തോട്ട്. പക്ഷേ ഐ തിങ്ക് ഹി പ്ലേഡ് ഇറ്റ് പെർഫെക്റ്റ്ലി. ഡൊമിനിക് വിൽ സ്റ്റേ വിത്ത് യു. ഈ പടത്തിൽ മറ്റെല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ കാണും, പക്ഷെ പടം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പുറപ്പെടുമ്പോൾ ഡൊമിനിക് വിൽ സ്റ്റേ വിത്ത് യു. പുള്ളിയുടെ അടുത്ത എപ്പിസോഡ് എന്താ, വേർ ഇസ് ഹി ഗോയിങ് ഫ്രം ഹിയർ, അടുത്ത എന്ത് കേസായിരിക്കും ഡൊമിനിക് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊരു തോട്ട് ഡെഫിനറ്റ്ലി വിൽ കം. That will be the success of this film, I think. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ തോന്നണമല്ലോ. അങ്ങനെ തോന്നുന്ന സിനിമയ്ക്ക് വലിയ വിജയവുമാണ്, പ്രേക്ഷകർ ഏറ്റെടുക്കും, വലിയ വിജയമാണ്. ഡൊമിനിക്കിൻ്റെ യാത്രയിൽ, ഇപ്പം ഈ സിനിമയിൽ ഡൊമിനിക്കിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഗോകുൽ സുരേഷ് അല്ലേ, സുരേഷ് ചേട്ടൻ്റെ മോൻ. എനിക്കൊന്ന് സുരേഷ് ചേട്ടനും മമ്മൂക്കായൊക്കെ ഒത്തിരി ഒരുമിച്ച് അഭിനയിച്ച് മകൻ രണ്ടാമത്തെ അന്ന് ആദ്യത്തെ സിനിമയിൽ ഇല്ലായിരുന്നുവെങ്കിലും സിനിമയിൽ ഒരുമിച്ചില്ലായിരുന്നു. പക്ഷേ ഇത് സുരേഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗോകുൽ എന്നോട് പറഞ്ഞ്. അത് ഗൗതം സാറാണ് സഹായിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഗോകുൽ ഇതിലേക്ക് എത്തുന്നത്? ആ ക്യാരക്ടർ എഴുതിയപ്പോൾ തന്നെ വി ഡിസ്കസ്ഡ് എ ഫ്യൂ നെയിംസ്. ഫസ്റ്റ് നമ്മളൊരു ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്തു, പക്ഷേ അത് വർക്കൗട്ട് ആയില്ല, ഡേറ്റ്സ് ആൻഡ് സം അതർ തിങ്സ്. ദ സെക്കൻഡ്
choice was Gokul. Not that, I'm saying it like a second choice. But having seen Gokul and Gokul ഈ ക്യാരക്ടർ പ്ലേ ചെയ്തതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഈ ഫൈനൽ ഫിലിം കാണുമ്പോൾ nobody else could have played it like that എന്നാണ് എനിക്ക് തോന്നുന്നത്. 100%. He brought his own. ഞാൻ ഇന്ന് രാവിലെ ഈ പടം ഒരാൾക്ക് ഞാൻ കാണിച്ചു. പടം ഇഷ്ടപ്പെട്ടു. മമ്മൂക്കൻ്റെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് കുറേ സംസാരിച്ചു. ഐ ലൈക്ക് ദറ്റ് ഗോകുൽ. അവർക്ക് ഈ ഗോകുൽ ഇവിടുത്തെ ആൾക്കാരല്ല, അവർക്ക് ഈ ഗോകുൽ ആരാന്ന് അറിയില്ല. ഹൂസ് ദറ്റ് ഗൈ എന്ന് അവർ ചോദിച്ചു. ഐ തിങ്ക് that's the success of that character that Gokul played, I think. So he fits in so beautifully. ഒരു മമ്മൂക്കൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഹീസ് ഡൺ ഇറ്റ് റിയലി വെൽ. അതിലൊരു സിനിമ ഉണ്ട്, അതിലൊരു റിയാലിസം ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ആക്ടേഴ്സിനൊക്കെ സാറും കൂടെ കൂടിയായിരിക്കുന്നു ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും. ഇവിടെ നമുക്ക് നായിക, നമ്മൾ മലയാളിയല്ല, മറ്റ് ഭാഷയിൽ നിന്നൊരു നായികയെ എത്തിക്കുന്നു. ഇഷ്ടംപോലെ സൂപ്പർ സിനിമകൾ അഭിനയിച്ച മലയാളത്തിൽ ആദ്യമായിട്ടൊരു നായികയും കൂടെ പരിചയപ്പെടുത്തുവാണ് സാർ. എങ്ങനെയാണ് ആ നായികയിലേക്ക് ഈ ഗൂഗിളിന് എത്തിയ പോലെ തന്നെ ആയിരിക്കും. നമുക്ക് മലയാളത്തിൽ ആളുകളുണ്ട്, അപ്പോൾ മമ്മൂക്കാടൊപ്പം നിൽക്കാനും ഇവിടെ ആളുകൾ. പക്ഷേ സാറിൻ്റെ ഒരു ചലഞ്ചാണ് ഇതൊക്കെ. അതെ, ചാലഞ്ചിങ് റോളാണ് വരെ. ആൻഡ് സാറാണ് കുറേ കാസ്റ്റിംഗ് ഇൻപുട്സ് കൊടുത്ത്. കുറേ ഈ പടത്തിൽ വരുന്ന ഒരു 8 to 10 ക്യാരക്ടേഴ്സ് മോസ്റ്റ്ലി സാറ് ഫോർ ദിസ് ക്യാരക്ടർ ഷെൽ ബി ട്രൈ ദാറ്റ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിസ്കഷനിൽ സാർ ഉണ്ടായിരുന്നു. സാർ ചെറിയ ചെറിയ വീഡിയോസൊക്കെ കാണിക്കും. സീ ദിസ് ക്യാരക്ടർ ഷീൽ ഓർ ഹീ വിൽ വർക്ക് ഫോർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് വി വർക്ക്ഡ് എ ലോട്ട് വിത്ത് സേഴ്സ് ഇൻപുട്സ്. ഹീറോയിൻ്റെ ഒരു ഡെഫിനറ്റ്ലി നമ്മൾ ഫസ്റ്റ് കഥ കേട്ടപ്പോൾ ഡോക്ടർ നീരജിൻ്റെ ഐഡിയ ആയിരുന്നു ഒരു ന്യൂ ഫേസ് ആണ് ഇത് ചെയ്യേണ്ടത്. ബട്ട് ഐ തിങ്ക് for the film to get bigger, even though Mammootka is there, production side in the first ഒരു കുറേ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്തു. ഒരു 3-4 people we met. Somewhere I think it was meant that Sushmita only will do this. അത് അങ്ങനെ ഒരു ഫിനിഷിൽ വന്ന് അത് നിന്നു. And we did a little audition with her. She was brilliant. And പറയുന്ന പോലെ ഈ ലൈൻസ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് അവൾ എടുത്തു. ലൈക്ക് ലിപ് സിങ്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഷീ ന്യൂ ദ ലൈൻ, ഷീ വർക്ക്ഡ് ടു ഗെറ്റ് ദ ലൈൻസ് റൈറ്റ്. ആൻഡ് ലൈവ് സൗണ്ട് വരെയാണ്. സോ സാറിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ അതിൽ ഡിലേസ് വരാൻ പാടില്ല. സോ ഷീ പ്രിപ്പയർഡ് ഫോർ ദിസ് റോൾ ആൻഡ് ഷീ കെയിം. വെരി വെരി കമ്പലിംഗ് ആക്ടർ സുഷ്മിത. ഇതിന് ഈ ഇത്തരം സിനിമയ്ക്ക് മ്യൂസിക് വലിയ പ്രാധാന്യമാണ് അല്ലേ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയ പ്രാധാന്യമാണ്. അത് സാറിൻ്റെ ഒരു സെലക്ഷനിലേക്കാണോ പോയത്? അതെങ്ങനെയാണ്? ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമ. നമ്മൾ തിയേറ്ററിൽ പിടിച്ചെടുത്തെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ലൗഡ് ഫിലിം അല്ല അത്. So it has to be very, very good background score. And Darbuka Shiva did the score and the songs. I think the music also will stay with you when you leave the film. I'm saying it today also. It's a very different score for this film. നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വരുന്ന ഒരു മ്യൂസിക് അല്ല അത്. It's very, very differently done. And here I don't mind using the word different because that's the feel I got. നമ്മളിപ്പോൾ ഒരു സീൻ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അത് മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് നമ്മളുടെ കയ്യിൽ വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ ചില ഒരു കോൺസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് ഇങ്ങനെ ആയിരിക്കും ഹാൻഡിൽ ചെയ്തിരിക്കുകയെന്ന്. പക്ഷേ ഹി ബ്രോക്ക് ദോസ് റൂൾസ്. ഐ തിങ്ക് ഹി ഈസ് ട്രീറ്റഡ് ഇറ്റ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്ലി ഡിഫറെന്റ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.